നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനറ്റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചോളം അത്ര നല്ല വാർത്തകളല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ധാരാളം മലയാളികളാണ് മരണപ്പെട്ടത്. ആ കുടുംബങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അതുപോലെ തന്നെ UK കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുകയാണ്. അനിറ്റ കോശി എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടി ലണ്ടനിലേക്കുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവസാനം അവർ കണ്ടതായിട്ട് പറയുന്നത്. പക്ഷേ ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് കുട്ടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നിങ്ങളെല്ലാവരും UK എല്ലാവരും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആ കുട്ടിയുടെ ഫോട്ടോ എല്ലാം വിവിധ മാധ്യമങ്ങളിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SX പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുട്ടിയുടെ ഡീറ്റെയിൽസും ഫോട്ടോയും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോട്ടോ നോക്കി, ഞാനിവിടെ അത് അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾ ആ ഫോട്ടോ നോക്കി നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഫോട്ടോയിലുള്ള കുട്ടികളെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK വിസയിൽ വന്നവരുടെ അടുത്ത് പറയാനുള്ളതാണ്. നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞ് നിങ്ങളുടെ വിസ പുതുക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിസ പുതുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം UK പല എംപ്ലോയേഴ്സും, പ്രത്യേകിച്ച് പൈസ കൊടുത്ത് ഏജന്റുമാർ വഴി വന്ന പല സ്റ്റാഫുകൾക്കും അവരുടെ ഇപ്പോഴത്തെ എംപ്ലോയേഴ്സ് അവരുടെ വിസ പുതുക്കി കൊടുക്കുന്നില്ല. കാരണം അവർക്കത് പുതുക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പൈസ മേടിച്ച ആൾക്കാരെ വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പല നഴ്സിംഗ് ഹോമുകാരും ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ ഇതുവരെ 1-2 വർഷം അവിടെ ജോലി ചെയ്തവർക്ക് അവരുടെ വിസ പുതുക്കി കൊടുക്കാതെ, റിന്യൂ ചെയ്ത് കൊടുക്കാതെ വീണ്ടും പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നഴ്സിംഗ് ഹോമുകൾ അവരുടെ വിസ പുതുക്കി കൊടുക്കുന്നതിന് ധാരാളം പൈസയാണ് ചോദിക്കുന്നത്. 5-6 ലക്ഷം രൂപയൊക്കെ വീണ്ടും അവർ ചോദിക്കുകയാണ്. 10-15 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ വന്നവര് വീണ്ടും 5-6 ലക്ഷം രൂപ വിസയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പല നഴ്സിംഗ് ഹോമുകാരും അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല നഴ്സിംഗ് ഹോമുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തന്നെ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പല നഴ്സിംഗ് ഹോമുകാരും നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അന്നേരം അങ്ങനെ നിങ്ങളുടെ തലയിൽ പല കുറ്റങ്ങളും ഏൽപ്പിച്ച് നിങ്ങളെ സസ്പെൻഡ് ചെയ്യാനും ഡിസ്മിസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ പല നഴ്സിംഗ് ഹോമുകളും ഒക്കെ നടത്തുന്നുണ്ട്. അന്നേരം ഒറ്റയ്ക്ക് നമുക്കത് പൊരുതി അവർക്കെതിരെ നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ നമുക്കെതിരെ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. അന്നേരം നമ്മളിപ്പോൾ യൂണിയനിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിയൻകാർ നമുക്ക് വേണ്ട സഹായങ്ങൾ തരുന്നതായിരിക്കും. അവർ നമുക്ക് വേണ്ടി നമ്മുടെ മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയെ നമ്മുടെ കൂടെ അയക്കും. അന്നേരം അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മളെക്കാട്ടി നല്ലപോലെ അവരുടെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യൂണിയൻകാർ ഇടപെട്ട് കഴിഞ്ഞാൽ, ഇവിടുത്തെ പല നഴ്സിംഗ് ഹോമുകാരും യൂണിയൻകാർ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതും യൂണിയനിൽ ജോയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അതുപോലൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സസ്പെൻഷനോ ഡിസ്മിസിലോ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു സോളിസിറ്ററിനെ കണ്ട് ആ സോളിസിറ്ററുമായിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ 1000-500 പൗണ്ടൊക്കെ ആയിരിക്കും അവർ നിങ്ങളുടെ ഒരു സിറ്റിങ്ങിന് വേണ്ടി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ യൂണിയനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അന്നേരം അതൊന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിസ കാലാവധി കഴിയാൻ പോവുകയാണ്, നിങ്ങൾ പുതിയ വിസ എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ നാട്ടിൽ നിന്ന് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയ ജോബ് കോഡിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇതേപോലെ വിസ പുതുക്കി, അതായത് നേരത്തെ 6145 ആയിരുന്നു, അവരിപ്പോൾ അവരുടെ ആ വിസ കാലാവധി കഴിഞ്ഞപ്പോൾ വിസ പുതുക്കിയപ്പോൾ പുതിയ COS നമുക്ക് ലഭിക്കുന്നത് 6135 ആയിരിക്കും. അങ്ങനെ 6135 പുതിയ വിസ അപ്രൂവൽ ആയിട്ട് കിട്ടി. പുതിയ വിസ അപ്രൂവൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് അവർ നാട്ടിൽ നിന്ന് കുട്ടിയെ കൊണ്ടുവരാനുള്ള വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അവരത് റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് റിഫ്യൂസ് ചെയ്തിട്ട് കാരണം അവർ പറഞ്ഞേക്കുന്നത് 6135 എന്ന കോഡിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നാണ്. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂവിന് പോയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിപ്ലൈ എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന 6145 6146 നിൽക്കുകയാണെങ്കിൽ ആ വിസയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുക. കാരണം നമുക്ക് ഒരു പരീക്ഷണമാണ്. കാരണം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ഒരുപാട് നടക്കേണ്ടി വരും. അഡ്മിനിസ്ട്രേഷൻ റിവ്യൂവിനൊക്കെ നമ്മൾ പൈസയും ചിലവാക്കണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ റിവ്യൂവിനൊക്കെ പോയി ഒരുപാട് കാലതാമസം എടുക്കും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളുടെ നിങ്ങളുടെ നിലവിലുള്ള വിസ, അതായത് ആദ്യം നിങ്ങൾ മാർച്ച് 10 മുമ്പ് UK എത്തിയവരെല്ലാവരും തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അവരിവിടെ എത്തിയതിനു ശേഷം നിങ്ങളുടെ പുതിയ വിസയിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുക. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു റിഫ്യൂസൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം, ആ റിഫ്യൂസലിൻ്റെ ലെറ്റർ. അന്നേരം അതിൻ്റെ ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കാനുള്ളൊരു ശ്രമം നടത്തുക. അതുപോലെ തന്നെ UK ഇപ്പോഴത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് മന്ത്രിസഭ ഇനി തിരിച്ചു വരികയില്ലെന്നുള്ള ഏകദേശം അവർ തന്നെ 100% ഉറപ്പിച്ച രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലേബർ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഭരണത്തിലെത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ലേബർ വന്നാലും കൺസർവേറ്റീവ് വന്നാലും റീഫോം പാർട്ടി വന്നാലും അവരെല്ലാവരും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുടിയേറ്റം കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ്. കുടിയേറ്റം കുറയ്ക്കുമെന്ന് അവർ പറയുമ്പോൾ പോലും ഇവിടുത്തെ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലെ വേക്കൻസികൾ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല കെയർ ഹോമുകളിൽ ഇപ്പോൾ സ്റ്റാഫ് ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും അവർ പരസ്യങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ പോലും അവർക്ക് ആവശ്യത്തിന് സ്റ്റാഫിനെ കിട്ടാതെ വരുന്നുണ്ട്.
അന്നേരം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയയിലൊക്കെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, പക്ഷെ അവിടെ വേക്കൻസി ഇല്ല. പക്ഷേ മറ്റ് ചില ഏരിയകളിലൊക്കെ ഒരുപാട് വേക്കൻസികളുണ്ട്, പക്ഷെ അവർക്ക് അവിടെ ഫിൽ ചെയ്യാനുള്ള ആളില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് യു കെയിൽ ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരുപാട് വേക്കൻസികളുണ്ട്, പക്ഷേ ചില ഏരിയകളിലൊന്നും ഒരു വേക്കൻസി പോലും ഇല്ല. ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അന്നേരം നിങ്ങളിപ്പോൾ പലർക്കും ഇപ്പോൾ ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നവർ നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. അന്നേരം ഓൺലൈനിലൊക്കെ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യു കെയിൽ വന്നവർ നിങ്ങൾ ജോലിയിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ ലൊക്കേഷനുകൾ മാറി ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ NHSലൊക്കെ കയറാൻ ശ്രമിക്കുന്നവർ നിങ്ങൾ NHSലേക്കൊക്കെ അപ്ലൈ ചെയ്യുക. എങ്ങനെയെങ്കിലും NHSൽ കയറാൻ നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ വന്നവർ നിങ്ങൾ പഠിക്കുന്ന സ്കിൽഡ് ജോബിൽ നല്ലൊരു ജോലി കിട്ടത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും NHSലൊക്കെ പാർട്ട് ടൈമായിട്ട് കയറാനുള്ള ശ്രമം നടത്തുക. കാരണം നിങ്ങൾക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് NHSന്റെ വിസ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 6131 ആണ് NHSൽ നിന്ന് കിട്ടുന്നത്. ഓക്സിലറി നേഴ്സസ് അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കേഴ്സിന്റെ COS ആണ് NHSൽ നിന്ന് കിട്ടുന്നത്. ആ COS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് യു കെയിലുള്ളവരെ കൂടെ നിർത്തുന്നതിനും സാധിക്കുന്നതാണ്. പല NHSകളിലും വേക്കൻസികളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അവർ വിസ തരത്തില്ലെങ്കിലും അവിടെ കയറാൻ നോക്കുക. അവിടെ കയറി നിങ്ങളുടെ പഠനം ശേഷം അതൊരു വിസയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക. അതല്ല നിങ്ങളുടെ സ്കിൽഡ് ജോബിൽ തന്നെ യു കെയിൽ ജോലി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. സ്കിൽഡ് ജോബ് ലിസ്റ്റിലുള്ള ജോലികൾക്ക് ഒരുപാട് അവസരമുണ്ട്. നമുക്ക് കഴിവുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നല്ലൊരു ജോലി കിട്ടാനുള്ള അവസരം യു കെയിൽ ഇപ്പോഴും ഉണ്ട്. യു കെയിൽ ഇനി എത്രമാത്രം കുടിയേറ്റത്തിന് അവർ തടയാൻ ശ്രമിച്ചാലും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് യു കെയിൽ അവസരങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നമുക്കത് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ലതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അങ്ങനെയുള്ള ജോലികൾ കണ്ടെത്താനും നമുക്ക് വളരെയധികം വലിയ ശമ്പളത്തോടു കൂടി തന്നെ യു കെയിലേക്ക് വരാനുള്ള ഒരു അവസരമുണ്ട്. യു കെയിലേക്ക് പല IT കമ്പനികളിലേക്കും ബാങ്കുകളിലേക്കും ഒക്കെ IT പ്രൊഫഷണൽസ് വരുന്നുണ്ട്. അവരുടെ സാലറി ഒക്കെ എല്ലാവർക്കും തന്നെ 50,000 പൗണ്ടിന് മുകളിലാണ് 30 മണിക്കൂർ 35 മണിക്കൂർ കോൺട്രാക്റ്റുകളിൽ കിട്ടുന്നത്. അന്നേരം അങ്ങനെയുള്ള ഒരു സാലറി കിട്ടി നിങ്ങൾ യു കെയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ അങ്ങനെയല്ല ഇപ്പോൾ വീട് കിട്ടുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ഇത്ര നല്ല സാലറിയോടുകൂടി യു കെയിലേക്ക് വരുമ്പോൾ. അന്നേരം നിങ്ങളെല്ലാവരും അങ്ങനെയുള്ളതിനൊക്കെ ശ്രമിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണലിൽ നിൽക്കുന്നവർ കഴിയുന്നത് നിങ്ങൾ കെയർ ജോബിന് വരുന്നതിന് പകരം ഇങ്ങനെയുള്ള ജോബുകൾക്ക് വരാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ജോബുകൾക്ക് വരാൻ ശ്രമിച്ച് നടന്നില്ലെങ്കിൽ മാത്രം കെയർ ജോബിൽ യു കെയിലേക്ക് വരാൻ നോക്കുക. കെയർ ജോബിൽ യു കെയിൽ എത്തിയാൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും ആ ജോബിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള ശ്രമം നടത്തരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്കിൽഡ് ജോബ് ലിസ്റ്റിലുള്ള ജോബ്, അതായത് പ്രൊഫഷണൽ ജോബിലേക്ക് മാറാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ പ്രൊഫഷണൽ ജോബിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ആ ജോലിയിൽ നിന്ന് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോലിയിൽ കയറിയാൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ യു കെയിൽ ഇപ്പോൾ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് ഒരു ജോലിക്കുള്ള ശ്രമം എപ്പോഴും നടത്തണം. ഒരു കാരണവശാലും നിങ്ങൾ ശ്രമിക്കാതിരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു നല്ല അവസരം വരുന്നത് എപ്പോഴാണെന്ന് അറിയാൻ സാധിക്കുകയില്ല. എനിക്കറിയാവുന്ന പല സ്റ്റുഡൻസും ഇപ്പോൾ യു കെയിൽ വന്ന് പഠിച്ചു കഴിഞ്ഞ് കെയറായവർ ഇപ്പോൾ സ്കിൽഡ് ജോബിലോട്ട് മാറുന്നുണ്ട്. കാരണം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ നല്ല ഓഫറുകൾ വരുന്നുണ്ട്. അന്നേരം അവരങ്ങോട്ട് മാറുന്നുണ്ട് വിസ സ്വിച്ച് ചെയ്ത്. നിങ്ങൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. ഒരു കാരണവശാലും ചിന്തിക്കരുത് യു കെയിൽ നമുക്ക് മറ്റ് അവസരങ്ങളില്ല എന്നുള്ളത്. യു കെയിൽ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷേ അവസരങ്ങൾ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം. നമുക്കത്ര ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തരികയില്ല ആരും. നമ്മൾ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കണം. നമ്മൾ പഠിക്കുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി അവർ വഴി നമ്മളൊരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷനിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം വേറെ ലൊക്കേഷനിൽ പോയി ജോലി ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവർ നിങ്ങൾക്ക് COS തരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. ഒരു കാരണവശാലും കെയർ ജോബിൽ തന്നെ IT പഠിച്ചവരോ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടികളൊന്നും അതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള ശ്രമം നടത്തരുത്. അപ്പോൾ യു കെയിലെ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നിങ്ങൾ തത്സമയം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.